ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിൻ PSC. നാളെ നടക്കാൻ പോകുന്ന സിവിൽ എക്സൈസ് ഓഫീസേഴ്സ് എക്സാമിനേഷൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. തിരഞ്ഞെടുത്ത പ്രധാനപ്പെട്ട 200 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ഓരോ ക്വസ്റ്റ്യൻ പേപ്പറും നോക്കുവാണെങ്കിൽ 20 സ്പെഷ്യൽ ടോപ്പിക് ക്വസ്റ്റ്യൻസ് ഒഴികെയുള്ള 80 ക്വസ്റ്റ്യൻസും ജനറൽ PSC ടോപ്പിക്സ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇനി വരാനിരിക്കുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ്, സെക്രട്ടേറിയറ്റ് OA, KAS എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരും ഇത് നോക്കിയിട്ട് വേണം പോവാൻ. പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം, ചുവടെ തന്നിരിക്കുന്നവയിൽ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? ഉത്തരം ഓപ്ഷൻ എ 1ഉം 2ഉം ആണ് തെറ്റായ പ്രസ്താവനകൾ. നമുക്ക് ശരിയായ പ്രസ്താവന ഏതാണെന്ന് നോക്കാം. ബീഹാറിലെ അറയിൽ വിപ്ലവം നയിച്ചത് കുൻവന്ത് സിംഗ് ആണ്. ബറേലിയിൽ വിപ്ലവം നയിച്ചത് ഖാൻ ബഹദൂർ ഖാൻ ആണ്. അടുത്ത ചോദ്യം, തന്നിരിക്കുന്ന ജോഡികളിൽ തെറ്റായവ ഏത്? ഉത്തരം ഓപ്ഷൻ സി 3 മാത്രമാണ് തെറ്റായത്. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് രൂപീകരണം 1837 എന്നാണ് തന്നിരിക്കുന്നത്. ശരിയായ ഉത്തരം 1866 ആണ്. അടുത്ത ചോദ്യം, ചുവടെ തന്നിരിക്കുന്നവയിൽ ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? ഉത്തരം ഓപ്ഷൻ ഡി 4 മാത്രമാണ് തെറ്റായ പ്രസ്താവന. ഏതൊക്കെയാണ് ശരിയായ പ്രസ്താവന എന്ന് നോക്കാം. പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന രൂപീകരിച്ചത് 1949 ഒക്ടോബർ 1-നാണ്. യുദ്ധാനന്തരം ചിയാങ് കൈഷേക്കും സംഘവും തായ്വാനിലേക്ക് ഓടിപ്പോയി ചൈനയിൽ സാംസ്കാരിക വിപ്ലവം കൊണ്ടുവന്നത് മാവോ സേതുങ് ആണ്. അടുത്ത ചോദ്യം, സാമൂഹ്യ പരിഷ്കർത്താവായ ചട്ടമ്പിസ്വാമികളുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? ഉത്തരം ഓപ്ഷൻ എ 1 മാത്രമാണ്. 1 കൊടുത്തിരിക്കുന്നത് 1851 തിരുവനന്തപുരം ജില്ലയിലെ കൊല്ലൂരിൽ ജനനം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ 1851 എന്നുള്ളത് തെറ്റായ പ്രസ്താവനയാണ്. 1853 തിരുവനന്തപുരം ജില്ലയിലെ കൊല്ലൂരിലാണ് ജനനം. ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സ്വാമിനാഥ ദേശികൾ ചട്ടമ്പിസ്വാമികളെ തമിഴ് വേദാന്ത ശാസ്ത്രം അഭ്യസിപ്പിച്ചു. ചട്ടമ്പിസ്വാമികളുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പന്മനയിലാണ്. കേരളത്തിലെ ദേശനാമങ്ങൾ ചട്ടമ്പിസ്വാമികളുടെ കൃതിയാണ്. ചുവടെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ ഏത്? ഉത്തരം ഓപ്ഷൻ ഡി 1ഉം 4ഉം ആണ് ശരിയായ ജോഡികൾ. ഏതൊക്കെയാണെന്ന് നോക്കാം. നാഗ്പൂർ സമ്മേളനം, നിസ്സഹരണ പ്രസ്ഥാനം, സൂററ്റ് സമ്മേളനം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിഭജനം. അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ ഇന്ത്യൻ ടീമിന്റെ ഏറ്റവും കുറഞ്ഞ ഇന്നിംഗ്സ് സ്കോർ ഏത് രാജ്യത്തിനെതിരെയായിരുന്നു? ഉത്തരം ഓപ്ഷൻ ബി ഓസ്ട്രേലിയ. സിങ്ക് ഹോളുകളുടെ രൂപീകരണത്തിന് കാരണമാകുന്ന രൂപവത്കരണ സഹായി? ഉത്തരം ഭൂഗർഭജലം. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ വേലിയേറ്റങ്ങൾ ഉണ്ടാകുന്ന രാജ്യം? ഉത്തരം കാനഡ. കടുപ്പം കുറഞ്ഞ ധാതു? ഉത്തരം ടാൽക്ക്. ഭൂമധ്യരേഖാ പ്രദേശത്ത് ലഭിക്കുന്ന മഴ? ഉത്തരം സംവഹന വൃഷ്ടി. മൺസൂൺ കാലത്തിന് മുൻപ് കേരളത്തിൽ ലഭിക്കുന്ന വേനൽ മഴ? ഉത്തരം മാംഗോ ഷവർ. സൂര്യനെ പറ്റിയുള്ള സൂക്ഷ്മ പഠനത്തിനായി ISRO വികസിപ്പിച്ച പേടകം? ഉത്തരം ആദിത്യ L1. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് M വിശ്വേശ്വരയ്യ. പുത്തൻ സാമ്പത്തിക നയത്തിന്റെ ലക്ഷ്യങ്ങൾ? ഉത്തരം ഇവയെല്ലാമാണ്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം. ഖാരിഫ് വിളകൾ വിളവെടുക്കുന്ന സമയം? ഉത്തരം സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെ. ഹരിത വിപ്ലവത്തിന്റെ ഏഷ്യൻ ഭവനം എന്നറിയപ്പെടുന്ന രാജ്യമേത്? ഉത്തരം ഫിലിപ്പീൻസ്. അടുത്ത ചോദ്യം, 2022-23 ഇന്ത്യയുടെ നവീകരണം ലക്ഷ്യമാക്കി നീതി ആയോഗ് ആരംഭിച്ച സംരംഭം? ഉത്തരം സ്ട്രാറ്റജി ഫോർ ന്യൂ ഇന്ത്യ അറ്റ് 75. 2023 ലോക ബാങ്കിന്റെ ലോജിസ്റ്റിക് പെർഫോമൻസ് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 38. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റ് ഏത്? ഉത്തരം ഓപ്ഷൻ ബി 4 മാത്രമാണ് തെറ്റ്. ബാക്കിയെല്ലാം ശരിയായവയാണ്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഭരണഘടന ഹിന്ദിയിലും ഇംഗ്ലീഷിലും എഴുതണമെന്ന നിർദ്ദേശം അംഗീകരിച്ചത് 1947 ജനുവരിയിൽ നടന്ന സമ്പൂർണ്ണ സമ്മേളനത്തിലാണ്. ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. ലക്ഷ്യപ്രമേയം അംഗീകരിച്ചതും ഈ സമ്പൂർണ്ണ സമ്മേളനത്തിലൂടെയാണ്. ഇവയെല്ലാം ശരിയായ പ്രസ്താവനകളാണ്. ലക്ഷ്യപ്രമേയത്തെ ജവഹർലാൽ നെഹ്റു എതിർത്തു എന്നുള്ളത് തെറ്റായ പ്രസ്താവനയാണ്. അടുത്ത ചോദ്യം നോക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ പൗരത്വവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ? ഉത്തരം ഓപ്ഷൻ ബി 1, 2, 3, 4. തന്നിരിക്കുന്നവയെല്ലാം ശരിയായ പ്രസ്താവനകളാണ്. ഏതൊക്കെയാണെന്ന് നോക്കാം. OCI എന്നതിൻ്റെ പൂർണ്ണരൂപം ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ എന്നാണ്. ഭരണഘടനയുടെ 2-ാം ഭാഗത്ത് പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ഭരണഘടനയുടെ 6 മുതൽ 11 വരെയുള്ള വകുപ്പുകൾ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ഇന്ത്യക്കാർക്ക് നേപ്പാൾ സന്ദർശിക്കാൻ വിസ ആവശ്യമില്ല. അടുത്ത ചോദ്യം,
ആമുഖം ഒരു പ്രഖ്യാപനത്തെക്കാൾ കൂടുതലാണ്. അത് നമ്മുടെ ഭരണഘടനയുടെ ആത്മാവാണ്. നമ്മുടെ രാഷ്ട്രീയ സമൂഹത്തിൻ്റെ മാതൃകയാണത്. ഒരു വിപ്ലവത്തിനില്ലാതെ മറ്റൊന്നിനും മാറ്റാൻ കഴിയാത്ത ഒരു ദൃഢനിശ്ചയം അതിൽ അടങ്ങിയിരിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞതാര്? ഉത്തരം ജസ്റ്റിസ് ഹിദായത്തുള്ള. മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ഡി. തന്നിരിക്കുന്നവയെല്ലാം ശരിയായ പ്രസ്താവനകളാണ്. ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ മൗലിക അവകാശങ്ങളിൽ ചിലത് പൗരന്മാർക്ക് മാത്രമേ ലഭിക്കൂ. ചില മൗലിക അവകാശങ്ങൾ ഏത് വ്യക്തികൾക്കും ലഭിക്കും. നിയമത്തിന് മുമ്പിൽ തുല്യതയ്ക്കുള്ള അവകാശം ഏതൊരു വ്യക്തിക്കും ലഭിക്കും. പൊതു തൊഴിലിൻ്റെ കാര്യത്തിൽ അവസര സമത്വം ലഭിക്കുന്നത് ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമാണ്. അടുത്ത ചോദ്യം, ചേരുംപടി ചേർക്കുക. ഇന്ത്യ കടമെടുത്ത രാജ്യങ്ങൾ ഏവ? ഉത്തരം ഓപ്ഷൻ എ ആണ്. നമുക്ക് ശരിയായതൊന്ന് വായിച്ചു നോക്കാം. നിർദ്ദേശക തത്വങ്ങൾ അയർലൻഡ്, മൗലിക കർത്തവ്യങ്ങൾ റഷ്യ, അവശിഷ്ട അധികാരങ്ങൾ കാനഡ, ഭരണഘടനാ ഭേദഗതി ദക്ഷിണാഫ്രിക്ക. അടുത്ത ചോദ്യം ഏത് സ്ഥാനത്തേക്കുള്ള തിരഞ്ഞെടുപ്പിന് താഴെ പറയുന്ന യോഗ്യതകൾ ആവശ്യമാണ്? ഉത്തരം ഓപ്ഷൻ ഡി. ഉപരാഷ്ട്രപതിയാണ്. നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇന്ത്യൻ പൗരനായിരിക്കണം, 35 വയസ്സ് പൂർത്തിയായിരിക്കണം, ലാഭകരമായ ഒരു പദവിയും വഹിക്കരുത്, രാജ്യസഭാംഗമായി തിരഞ്ഞെടുക്കാൻ യോഗ്യത ഉണ്ടായിരിക്കണം. അടുത്ത ചോദ്യം, പുസ്തകങ്ങളും അവരുടെ രചയിതാക്കളെയും കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ബി ആണ്. നമുക്ക് ശരിയായതൊന്ന് വായിച്ചു നോക്കാം. ദ പവർ ഓഫ് ദ പ്രൈം മിനിസ്റ്റർ, ഹംഫ്രി ബെർക്കലി. നിയമങ്ങളുടെ അന്തസത്ത, സ്പിരിറ്റ് ഓഫ് ലോസ്. ഉത്തരം മൊണ്ടെസ്ക്യൂ. ഇന്ത്യ 2020, ഡോക്ടർ APJ അബ്ദുൽ കലാം. മൈ ട്രൂത്ത്, ഇന്ദിരാഗാന്ധി. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡികൾ ഏവ? ഉത്തരം ഓപ്ഷൻ സി 2 ആണ്. 2 പറഞ്ഞിരിക്കുന്നത് PK തുങ്കൻ കമ്മീഷൻ 1990 എന്നാണ് തന്നിരിക്കുന്നത്. ശരിയായ ഉത്തരം 1988 ആണ്. ബാക്കിയെല്ലാം ശരിയായ ജോഡികളാണ്. ഏതൊക്കെയാണെന്ന് നോക്കാം. ബൽവന്തരായി കമ്മീഷൻ 1957, PK തുങ്കൻ കമ്മീഷൻ 1988, അശോക് മേത്ത കമ്മീഷൻ 1977, സർക്കാരിയ കമ്മീഷൻ 1983. അടുത്ത ചോദ്യം നോക്കാം. ജമ്മു കാശ്മീരുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന ഏത്? ഉത്തരം ഓപ്ഷൻ ഡി. 1, 2, 3 എന്നിവയാണ് ശരിയായ പ്രസ്താവനകൾ. ഏതൊക്കെയാണെന്ന് നോക്കാം. ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന വകുപ്പ് 370 എടുത്തു കളഞ്ഞ കേന്ദ്ര ഗവൺമെന്റിന്റെ തീരുമാനം 2023 ഡിസംബറിൽ സുപ്രീം കോടതി ശരിവെച്ചു. ജമ്മു കാശ്മീരിനെ 2 കേന്ദ്രഭരണങ്ങളായി മാറ്റിയത് 2019 രാജതരംഗിണി കാശ്മീരിന്റെ ചരിത്രം വിശദമാക്കുന്ന പുസ്തകമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ 73ഉം 74ഉം ഭേദഗതികളുടെ അനന്തരഫലങ്ങളിൽ പെടാത്തത് ഏവ? ഉത്തരം 9ാം പട്ടിക. അടുത്ത ചോദ്യം, ചേരുംപടി ചേർക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്. നമുക്ക് ശരിയായിട്ടൊന്ന് വായിച്ചു നോക്കാം. അഭയകിരണം പദ്ധതി വിധവകൾക്ക് സാമ്പത്തിക സഹായം. വിദ്യാകിരണം പദ്ധതി വികലാംഗരുടെ മക്കൾക്ക് വിദ്യാഭ്യാസ സഹായം. താലോലം പദ്ധതി മാരക രോഗങ്ങളുള്ള 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ചികിത്സാ സഹായം. വിദ്യാജ്യോതി പദ്ധതി PH വിദ്യാർത്ഥികൾക്ക് പഠനത്തിനുള്ള സാമ്പത്തിക സഹായം. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ ഏവ? ഉത്തരം ഓപ്ഷൻ സി 4 മാത്രമാണ് തെറ്റായ പ്രസ്താവന എന്നാണ് പറയുന്നത്. നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, കേരളത്തിലെ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി വി വേണു IAS ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഡോക്ടർ A ജയതിലക് IAS ആണ്. കേരള നിയമനിർമ്മാണ സഭ ഏകമണ്ഡല നിയമനിർമ്മാണ സഭയാണ്. കേരള നിയമനിർമ്മാണ സഭ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ ആണ്. ഇത് ശരിയാണ്. ഇപ്പോഴും ചിറ്റയം ഗോപകുമാർ തന്നെയാണ്. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ് 400A എന്തിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു? ഉത്തരം ഇവയൊന്നുമല്ല. ഏറ്റവും കൂടിയ അനുപാതത്തിൽ ആഗോളതാപനത്തിന് കാരണമാകുന്ന ഹരിതഗ്രഹവാതകം ഏത്? ഉത്തരം കാർബൺ ഡൈ ഓക്സൈഡ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഏറ്റവും ശരിയായത് ഏത്? മനുഷ്യ ഹൃദയത്തിന്റെ പേസ് മേക്കർ സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഓപ്ഷൻ സി 3 ആണ്. ഏതാന്ന് നോക്കാം. വലത് ഇൻട്രിയത്തിന്റെ വലത് മുകൾ കോണിൽ. അടുത്ത ചോദ്യം, 2021 ഡേവിഡ് ജൂലിയസും ആർഡം പറ്റാപൗട്ടിനും ചേർന്ന് നോബൽ പുരസ്കാരം നേടിയത് ഏത് മേഖലയിലാണ്? ഉത്തരം വൈദ്യശാസ്ത്രം. ചേരുംപടി ചേർത്ത് ഉചിതമായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ സി ആണ് ശരിയായത്. നമുക്ക് ചേർത്ത് വായിച്ചു നോക്കാം. മലേറിയ, പ്രോട്ടോസോവ, ടൈഫോയിഡ്, ബാക്ടീരിയ, അസ്കാരിയാസിസ് വിരകൾ, ജലദോഷം, വൈറസ്. അടുത്ത ചോദ്യം, കുട്ടികളിലെ പ്രമേഹം കണ്ടെത്താനും ചികിത്സാ സഹായമേകാനുമുള്ള കേരള സർക്കാരിൻ്റെ പ്രത്യേക പദ്ധതി മിഠായി. കൊറോണ വൈറസിൻ്റെ വകഭേദമായ B1.1.529
ഇവയിൽ ഏതിനെ സൂചിപ്പിക്കുന്നു? ഉത്തരം അടുത്ത ചോദ്യം ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. നമുക്കതിന് അടുത്ത ചോദ്യം നോക്കാം. രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ചലനത്തെ എതിർക്കുന്നതും പ്രതലത്തിന് സമാന്തരവുമായ ബലം. ഉത്തരം ഘർഷണ ബലം. സ്ഥിര വേഗതയും വ്യത്യസ്ത പ്രവേഗവുമുള്ള ചലനത്തിന് ഉദാഹരണം സമവർത്തുള ചലനം. ഏത് മേഖലയിലെ പരീക്ഷണങ്ങൾക്കാണ് അലൻ ആസ്പെക്ട്, ജോൺ എഫ് ക്ലോസർ, ആൻഡൻ സിലിംഗർ എന്നിവർക്ക് 2022 ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത്? ഉത്തരം ക്വാണ്ടം മെക്കാനിക്സ്. അടുത്ത ചോദ്യം 40 ഗ്രാം മീഥേൻ പൂർണ്ണമായും കത്തുമ്പോൾ ലഭിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് എത്രയായിരിക്കുമെന്ന് തന്നിരിക്കുന്ന രാസസമവാക്യത്തെ അടിസ്ഥാനമാക്കി കണ്ടെത്തുക? ഉത്തരം ഓപ്ഷൻ എ 110 ഗ്രാം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ലൂയിസ് ആസിഡ് ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി. എക്സ് ഒരു 2ാം ഗ്രൂപ്പ് മൂലകവും വൈ ഒരു 17ാം ഗ്രൂപ്പ് മൂലകവുമാണെങ്കിൽ എക്സും വൈയും ചേർന്ന് രൂപം കൊള്ളുന്ന സംയുക്തത്തിന്റെ രാസസൂത്രം എന്തായിരിക്കും? ഉത്തരം XY2. അടുത്ത ചോദ്യം ചുവടെ കൊടുത്തിരിക്കുന്ന 2 പ്രസ്താവനകളെ അടിസ്ഥാനമാക്കി ഏറ്റവും ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക? ഉത്തരം ഓപ്ഷൻ ബി. 1 തെറ്റും 2 ശരിയുമാണ്. ഏതൊക്കെയാണെന്ന് നോക്കാം. 1 സ്റ്റീൽ ഒരു ലോഹമാണ്. 2 സ്റ്റെയിൻലെസ് സ്റ്റീൽ ഒരു ലോഹസങ്കരമാണ്. സ്റ്റീൽ ഒരു ലോഹമാണെന്നുള്ളത് തെറ്റും സ്റ്റെയിൻലെസ് സ്റ്റീൽ ഒരു ലോഹസങ്കരമാണെന്നുള്ളത് ശരിയുമാണ്. അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ 2022 ഖത്തർ ഫുട്ബോൾ ലോകകപ്പിന്റെ സെമി ഫൈനലിലേക്ക് യോഗ്യത നേടിയ ടീമുകൾ ഏവ? ഉത്തരം ഓപ്ഷൻ എ അർജന്റീന, ഫ്രാൻസ്, ക്രൊയേഷ്യ, മൊറോക്കോ. ഹൈമവത ഭൂവിൽ എന്ന യാത്രാവിവരണം ആരുടെ കൃതിയാണ്? ഉത്തരം MV വീരേന്ദ്രകുമാർ. പുരാതന ഗുഹാ ചിത്രങ്ങൾക്ക് പ്രസിദ്ധി കേട്ട എടക്കൽ ഗുഹകൾ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? ഉത്തരം വയനാട്. താഴെ പറയുന്നവയിൽ ആരുടെ കാലത്താണ് കേരളത്തിൽ ചവിട്ടുനാടകം ആരംഭിച്ചത്? പോർച്ചുഗീസുകാർ. കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് ആര്? ഉത്തരം കെ സച്ചിദാനന്ദനാണ്. 2025 അദ്ദേഹം തന്നെയാണ്. അടുത്തത് മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ നമ്പറും ആൻസറിൻ്റെ ഓപ്ഷനും മാത്രമാണ് പറഞ്ഞു പോകുന്നത്. എക്സ്പ്ലനേഷൻ വീഡിയോ പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. 51 ഓപ്ഷൻ എ, 52 ഓപ്ഷൻ സി, 53 ഓപ്ഷൻ ബി, 54 ഓപ്ഷൻ ഡി, 55 ഓപ്ഷൻ എ, 56 ഓപ്ഷൻ ഡി, 57 ഓപ്ഷൻ ബി, 58 ഓപ്ഷൻ എ, 59 ഓപ്ഷൻ ഡി, 60 ഓപ്ഷൻ എ. അടുത്തത് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ്. എക്സ്പ്ലനേഷൻ പിന്നീട് നൽകുന്നതായിരിക്കും. 61 I have never been to Paris before, she exclaimed. She exclaimed that dash to Paris before. She exclaimed that she had never been Paris before. I regret dash you that the event has been cancelled. I regret to tell you that the event has been cancelled. When I arrived, they dashed for over an hour. When I arrived, they had been waiting for over an hour. The diplomat's ability to speak multiple languages was considered a valuable dash in international negotiations. The diplomat's ability to speak multiple languages was considered a valuable asset in international negotiations. The artist painted a beautiful landscape dash the canvas. The artist painted a beautiful landscape onto the canvas. അടുത്ത ചോദ്യം The negotiations between the two countries finally dash after weeks of discussions and the war began. The negotiations between the two countries finally broke down after weeks of discussions and the war began. The detective's ability to notice the dash details led to the solving of the complex mystery. The detective's ability to notice the salient details lead to the solving of the complex mystery. This means most important things. The bargains between the two companies reached a dash when they failed to agree on the terms of the partnership. The bargains between the two companies reached a dead end when they failed to agree on the terms of the partnership. She showed dash concerns for the environmental issues by actively participating in tree planting campaigns. Deleted question ആണ്. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഇല്ല. അടുത്ത ചോദ്യം Despite facing numerous obstacles, she displayed remarkable dash throughout the challenging project. Despite facing numerous obstacles, she displayed remarkable tenacity throughout the challenging project. Means keep trying and not quit. അടുത്ത ചോദ്യം Strike while the iron is hot എന്ന ഇംഗ്ലീഷ് ചൊല്ലിന് യോജിച്ച പഴമൊഴി താഴെ കൊടുത്തവയിൽ ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി കാറ്റുള്ളപ്പോൾ തൂറ്റണം. പാണിപാദം എന്ന പദം ശരിയായി വിഗ്രഹിക്കുന്നത് എങ്ങനെ? ഉത്തരം ഓപ്ഷൻ ബി പാണിയും പാദവും.
പൂജക ബഹുവചനത്തിന് ഉദാഹരണമല്ലാത്ത പദം താഴെ പറയുന്നവയിൽ ഏതാണ്? ഉത്തരം അധ്യാപകർ. വണ്ട് എന്ന അർത്ഥം വരുന്ന പദങ്ങൾ താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ്? ഉത്തരം ഓപ്ഷൻ ഡി. മുകളിൽ പറഞ്ഞവ എല്ലാം 1, 2, 3, 4 എല്ലാത്തിനും വണ്ട് എന്ന അർത്ഥം വരുന്നുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. അളി, ഭ്രമരം, മധുപം, ഭൃംഗം. താഴെ കൊടുത്തവയിൽ ശരിയായ പദം ഏത്? ഉത്തരം അനുഗ്രഹീതൻ. പിരിച്ചെഴുതുക വിണ്ടലം, വിൺ പ്ലസ് തലം. ചേർത്തെഴുതുക കൽ പ്ലസ് മതിൽ, കന്മതിൽ. എട്ടിലെ പശു എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? ഏട്ടിലെ പശു എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? ഉത്തരം ഓപ്ഷൻ എ പ്രയോജനമില്ലാത്ത വസ്തു. വിപരീത പദം എഴുതുക. ഉന്മീലനം, നിമീലനം. ഒറ്റപ്പദം എഴുതുക. അറിയാൻ ആഗ്രഹിക്കുന്ന ആൾ ജിജ്ഞാസു. അടുത്ത ചോദ്യം. പൊതുസ്ഥലത്ത് വെച്ച് മദ്യപിക്കുന്നത് അബ്കാരി നിയമപ്രകാരം കുറ്റകരമാണ്. മേൽ നിയമത്തിലെ നിർവചന പ്രകാരം പൊതുസ്ഥലത്തിൽ ഉൾപ്പെടാത്തത് ഏത്? ഉത്തരം റെസ്റ്റ് ഹൗസിലെ താമസത്തിന് ഉപയോഗിക്കുന്ന സ്വകാര്യ മുറി. അടുത്ത ചോദ്യം. അബ്കാരി നിയമപ്രകാരം ട്രാൻസിറ്റ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി. കേരളത്തിന്റെ അധികാര പരിധിയിലൂടെ ഒരു സംസ്ഥാനത്ത് നിന്ന് ആ സംസ്ഥാനത്തിന്റെ മറ്റൊരു ഭാഗത്തേക്കോ മറ്റൊരു സംസ്ഥാനത്തേക്കോ മദ്യം കടത്തുന്നത്. ഒരാൾക്ക് അബ്കാരി നിയമം അനുസരിച്ച് കൈവശം വെക്കാവുന്ന മദ്യത്തിന്റെ അളവ്? ഉത്തരം ഓപ്ഷൻ സി 15 ലിറ്റർ. ഒരു വ്യക്തിക്ക് മദ്യം വാങ്ങാനും ഉപയോഗിക്കാനും നിഷ്കർഷിച്ച ഏറ്റവും കുറഞ്ഞ പ്രായം? ഉത്തരം ഓപ്ഷൻ എ 23 വയസ്സ്. അടുത്ത ചോദ്യം നോക്കാം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ പ്രധാന തത്വങ്ങളിൽ പെടുന്നവ ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ എ 1ഉം 2ഉം മാത്രം. 1ഉം 2ഉം ഏതൊക്കെയാണെന്ന് നോക്കാം. സമാധാനപരമായ സഹവർത്തിത്വം, വംശീയവാദത്തോടുള്ള വിദ്വേഷം. അടുത്ത ചോദ്യം. 1921 ഒറ്റപ്പാലത്ത് വെച്ച് നടന്ന 1ാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരാണ്? ഉത്തരം ടി പ്രകാശം. താഴെ നൽകിയിരിക്കുന്നവരിൽ നിവർത്തന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടവർ ആരെല്ലാം? ഉത്തരം ഓപ്ഷൻ ബി 1ഉം 2ഉം 4ഉം ആണ്. ആരൊക്കെയാണെന്ന് നോക്കാം. എൻ വി ജോസഫ്, സി കേശവൻ, ടി എം വർഗീസ്. താഴെ പറയുന്നവയിൽ ഏതാണ് പണ്ഡിറ്റ് കറുപ്പനെ സംബന്ധിച്ച ശരിയായ പ്രസ്താവന? ഉത്തരം ഓപ്ഷൻ സി 1ഉം 3ഉം മാത്രം. 1 കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ അംഗമായിരുന്നു. 3 പുലയർ എന്ന കവിത എഴുതി. അടുത്ത ചോദ്യം. ഇന്ത്യൻ അസോസിയേഷന്റെ സ്ഥാപകൻ ആരാണ്? ഉത്തരം സുരേന്ദ്രനാഥ ബാനർജി. ഷാങ്ഹായ് സഹകരണ സംഘടനയിൽ ഉൾപ്പെടാത്ത രാജ്യമേത്? ഉത്തരം ശ്രീലങ്ക. ആൻഡമാൻ ദ്വീപസമൂഹത്തെയും നിക്കോബാർ ദ്വീപസമൂഹത്തെയും തമ്മിൽ വേർതിരിക്കുന്ന സമുദ്രഭാഗം 10 ഡിഗ്രി ചാനൽ. അടുത്ത ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം നോക്കാം. 2011 സെൻസസ് പ്രകാരം ജനസാന്ദ്രതയിൽ ഒന്നാമത് നിൽക്കുന്ന സംസ്ഥാനം? ഉത്തരം ബീഹാർ. അടുത്ത ചോദ്യവും ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ അടുത്ത ചോദ്യം നോക്കാം. ആഗ്നേയശിലയ്ക്ക് ഉദാഹരണം? ഉത്തരം ബസാൾട്ട്. ഇന്ത്യയുടെ അക്ഷാംശീയ വ്യാപ്തി? ഉത്തരം ഓപ്ഷൻ ഡി 8 ഡിഗ്രി 4 മിനിറ്റ് നോർത്ത് മുതൽ 37 ഡിഗ്രി 6 മിനിറ്റ് നോർത്ത് വരെ. താഴെ പറയുന്ന വിവിധ ധനകാര്യ സ്ഥാപനങ്ങൾ, അവയുടെ ആസ്ഥാനങ്ങൾ എന്നിവയുടെ പട്ടികയിൽ നിന്നും യോജിക്കാത്തത് കണ്ടെത്തുക. ഉത്തരം ഏഷ്യൻ വികസന ബാങ്ക് ബീജിംഗ് എന്നുള്ളതാണ് യോജിക്കാത്തത്. ശരിയായവ നോക്കാം. ലോകബാങ്ക് വാഷിംഗ്ടൺ DC, ഭാരതീയ റിസർവ് ബാങ്ക് മുംബൈ, അന്താരാഷ്ട്ര നാണ്യനിധി വാഷിംഗ്ടൺ DC. ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കുന്നതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കുന്നതിനായി 1949 നാഷണൽ ഇൻകം കമ്മിറ്റി രൂപീകരിച്ചു. ഇന്ത്യയിൽ ആദ്യമായി ദേശീയ വരുമാനം കണക്കാക്കുന്നതിനുള്ള ശ്രമം നടത്തിയത് ദാദാഭായ് നവറോജിയാണ്. ദേശീയ വരുമാനം കണക്കാക്കുന്നതിനായി ഉൽപ്പന്ന രീതിയും വരുമാന രീതിയും ഉപയോഗിക്കുന്നു. അടുത്ത ചോദ്യം. ലോക വ്യാപാര സംഘടനയുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ എ 1ഉം 2ഉം 3ഉം ആണ്. ഏതൊക്കെയാണെന്ന് നോക്കാം. ലോക വ്യാപാര സംഘടന നിലവിൽ വന്നത് 1995 അന്താരാഷ്ട്ര വ്യാപാര രംഗത്ത് എല്ലാ രാജ്യങ്ങൾക്കും തുല്യ അവസരം നൽകുക എന്നത് ലോക വ്യാപാര സംഘടനയുടെ പ്രധാന ലക്ഷ്യമാണ്. ലോക വ്യാപാര സംഘടന ഗാട്ടിന്റെ പിന്തുടർച്ചക്കാരനായി അറിയപ്പെടുന്നു. അടുത്ത ചോദ്യം. താഴെ പറയുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ഡി ആണ് ശരിയല്ലാത്ത പ്രസ്താവന. ശരിയായവ ഏതൊക്കെയാണെന്ന് നോക്കാം. സ്വതന്ത്ര ഇന്ത്യയിൽ ആസൂത്രിത കമ്മീഷൻ രൂപീകരിക്കുന്നത് 1950 ഇന്ത്യയിലെ ആസൂത്രണത്തിന്റെ ശില്പിയായി അറിയപ്പെടുന്നത് PC മഹലനോബിസ് ആണ്. ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ ഉപാധ്യക്ഷനാണ് ഗുൽസാരി ലാൽ നന്ദ. അടുത്ത ചോദ്യം. താഴെ പറയുന്നവയിൽ ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ 2ാം ഘട്ടത്തിന്റെ കാലയളവ്? ഉത്തരം 1970കളുടെ മധ്യം മുതൽ 1980കളുടെ മധ്യം വരെ. ഭാരതീയ റിസർവ് ബാങ്കിന്റെ നൂതന സംരംഭമായ ഡിജിറ്റൽ പേയ്മെന്റ് സൂചികയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ സി 1ഉം 3ഉം ആണ് ശരിയായ പ്രസ്താവനകൾ. ഏതൊക്കെയാണെന്ന് നോക്കാം.
2021 ജനുവരി 1 റിസർവ് ബാങ്ക് തുടക്കമിട്ട പദ്ധതിയാണ്. 3. പണരഹിത ഇടപാടുകളുടെ വളർച്ച അളക്കുന്നതിനുള്ള സൂചികയാണ് ഡിജിറ്റൽ പേയ്മെന്റ് സൂചിക. നിലവിൽ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി അടുത്ത തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് ഗുണപ്രദമാകുന്ന തരത്തിൽ നിയോജക മണ്ഡലങ്ങൾ നിർണയം ചെയ്യുന്നതിനെ അറിയപ്പെടുന്ന പേര്. ഉത്തരം ജെറിമാൻഡറിംഗ്. ഇന്ത്യൻ ഭരണഘടനയിൽ പട്ടികജാതി പട്ടികവർഗങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി 330 മുതൽ 342 വരെ. ഇന്ത്യയിൽ നിയോജക മണ്ഡലങ്ങളുടെ സംവരണം സംബന്ധിച്ച് തീരുമാനം എടുക്കുന്നത് ആരാണ്? ഉത്തരം അതിർത്തി നിർണയ കമ്മീഷൻ. തദ്ദേശീയ ഗവൺമെന്റ് സമിതികൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം നൽകണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റി. ഉത്തരം PK തുങ്കൻ കമ്മിറ്റി. ഭരണഘടനയുടെ മനസാക്ഷി എന്ന നിർദ്ദേശക തത്വങ്ങളെയും മൗലികാവകാശങ്ങളെയും വിശേഷിപ്പിച്ചത്. ഉത്തരം ഓപ്ഷൻ ഡി ഗ്രാൻവില്ലെ ഓസ്റ്റിൻ. ലോകസഭയുടെ പുതിയ സെക്രട്ടറി ജനറൽ താഴെ പറയുന്നവയിൽ ആരാണ്? ഉത്തരം ഉൽപത് കുമാർ സിംഗ്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്ത വ്യക്തി. ഉത്തരം JB കൃപലാനി. അടുത്ത ചോദ്യം, ഒരു വ്യക്തി അയാൾക്ക് അർഹതയില്ലാത്ത ഉദ്യോഗം വഹിക്കുന്നതിനെ തടയുന്നതിനുള്ള റിട്ട്. ഉത്തരം ക്യോ വാറന്റോ. അടുത്ത ചോദ്യം, 44-ാം ഭരണഘടനാ ഭേദഗതി നടപ്പിലാക്കുമ്പോൾ ഇന്ത്യയുടെ രാഷ്ട്രപതി ആരായിരുന്നു? ഉത്തരം നീലം സഞ്ജീവ റെഡ്ഡി. കേരളത്തിൽ നെൽവയൽ സംരക്ഷണ നിയമം നിലവിൽ വന്നത്. ഉത്തരം ഓപ്ഷൻ എ 2008 ഓഗസ്റ്റ് 11. കേരളത്തിൽ ക്യാൻസർ ചികിത്സ സൗജന്യമാക്കിയ പദ്ധതി. ഉത്തരം സുകൃതം. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസസ് രൂപീകരിക്കാൻ ഇടയാക്കിയ നിയമം. ഉത്തരം കേരള പബ്ലിക് സർവീസ് ആക്ട് 1968. ഭരണഘടനയിൽ ഭരണ ട്രൈബ്യൂണലിനെ പറ്റി പറയുന്ന അനുച്ഛേദം. ഉത്തരം അനുച്ഛേദം 323A. കേരള ആരോഗ്യക്ഷേമ വകുപ്പ് വിഭാഗം ചെയ്ത അമൃതം ആരോഗ്യം പദ്ധതിക്ക് കീഴിൽ നടപ്പാക്കുന്ന മറ്റു പദ്ധതികൾ തന്നിരിക്കുന്നവയിൽ നിന്ന് തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ സി 1, 2, 4 എന്നിവയാണ്. നയനാമൃതം, പാദസ്പർശം, സൈറസ്. അടുത്ത ചോദ്യം, ലോകത്തിലെ ആദ്യത്തെ പ്ലാസ്മിഡ് DNA കോവിഡ് വാക്സിൻ ഏത്? ഉത്തരം സൈക്കോവ് ഡി. അടുത്തത്, തലയിൽ ചുമടുമായി നടന്നു നീങ്ങുന്ന ഒരാൾ ചെയ്യുന്ന പ്രവൃത്തി എന്തായിരിക്കും? ഉത്തരം 0 ആയിരിക്കും. ഒരു കേന്ദ്രീകൃത ദ്രവത്തിൽ ഉപയോഗിക്കുന്ന മർദ്ദം എല്ലാ ദിശയിലേക്കും ഒരേ അളവിൽ വ്യാപിക്കും. ഈ പ്രസ്താവന ഏത് നിയമമാണ്? ഉത്തരം പാസ്കൽ നിയമം. പ്രൊജക്ടൈൽ മോഷൻ ഉദാഹരണം താഴെ പറയുന്നവയിൽ ഏതാണ്? ഉത്തരം എയും ബിയും സിയും ശരിയാണ്. ജാവലിൻ്റെ സഞ്ചാരം, റോക്കറ്റിൻ്റെ സഞ്ചാരം, മിസൈലിൻ്റെ സഞ്ചാരം. ഇന്ത്യൻ നിർമ്മിത ഉപഗ്രഹ വിക്ഷേപണ വാഹനത്തിൽ ഉൾപ്പെടാത്തത് താഴെ പറയുന്നവയിൽ ഏതാണ്? ഉത്തരം DLV TB ആണ് ഇതിൽപ്പെടാത്തത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഭിന്നാത്മക മിശ്രിതത്തിന് ഉദാഹരണം ഏത്? ഉത്തരം മണ്ണ്. ചുവടെ നൽകിയിരിക്കുന്ന ഗ്രാഫ് ഏത് വാതക നിയമത്തെ പ്രതിനിധാനം ചെയ്യുന്നു? ഉത്തരം ബോയിൽസ് നിയമം. കാർബണിന്റെ താപഗതിക സ്ഥിരത ഏറ്റവും കൂടുതലുള്ള രൂപാന്തരത്വം ഏത്? ഉത്തരം ഗ്രാഫൈറ്റ്. അടുത്ത ചോദ്യം, ഏത് മേഖലയിലെ ഗവേഷണത്തിനാണ് 2021 കെമിസ്ട്രി നോബൽ സമ്മാനം നൽകിയത്? ഉത്തരം അസിമെട്രിക് ഓർഗാനോ കാറ്റലിസിസ്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ചന്തുമേനോന്റെ നോവലുകൾ ഏവ? ഉത്തരം ഓപ്ഷൻ ഡി 2, 4, ഇന്ദുലേഖയും ശാരദയും. ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് മാണിമാധവ ചാക്യാർക്ക് അനുയോജ്യമായവ മാത്രം കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ബി 1, 2, 3 മാത്രം. ഏതൊക്കെയാണെന്ന് നോക്കാം. കഥകളിക്ക് കണ്ണുകൾ നൽകിയ കലാകാരൻ എന്നറിയപ്പെടുന്നു. കൂടിയാട്ടത്തെക്കുറിച്ച് നാട്യകൽപദ്രുമം എന്ന ഗ്രന്ഥം രചിച്ചു. 1974 പത്മശ്രീ പുരസ്കാരം ലഭിച്ചു. അടുത്ത ചോദ്യം, തുടർച്ചയായി 2 ഒളിമ്പിക്സുകളിൽ വ്യക്തിഗത മെഡൽ നേടുന്ന ആദ്യ വനിതാ താരം? ഉത്തരം PV സിന്ധു. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച മഹാരാജാവ് ആര്? ഉത്തരം ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മ. 2020 JC ഡാനിയൽ പുരസ്കാരം നേടിയ കലാകാരൻ ആര്? ഉത്തരം P ജയചന്ദ്രൻ. അടുത്തത് മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ നമ്പറും ഉത്തരത്തിൻ്റെ ഓപ്ഷനും മാത്രമാണ് പറഞ്ഞു പോകുന്നത്. എക്സ്പ്ലനേഷൻ വീഡിയോ പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. 51 ഓപ്ഷൻ ഡി, 52 ഓപ്ഷൻ ബി, 53 ഓപ്ഷൻ എ, 54 ഓപ്ഷൻ സി, 55 ഓപ്ഷൻ ഡി, 56 ഓപ്ഷൻ ബി, 57 ഓപ്ഷൻ ഡി, 58 ഓപ്ഷൻ സി, 59 ഓപ്ഷൻ എ, 60 ഓപ്ഷൻ എ. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സ്പെസിഫിക്കേഷൻ പ്രകാരം റെക്ടിഫൈഡ് സ്പിരിറ്റ് റെക്ടിഫിക്കേഷനിലൂടെയോ ഡീഡിസ്റ്റിലൈസേഷനിലൂടെയോ വേർതിരിച്ചെടുക്കുമ്പോൾ ലഭിക്കുന്ന സ്പിരിറ്റ് അറിയപ്പെടുന്നത് ന്യൂട്രൽ സ്പിരിറ്റ്. സ്പിരിറ്റ് പാനയോഗ്യമല്ലാതെ ആക്കി മാറ്റുവാൻ താഴെ പറയുന്നവയിൽ ഏത് വസ്തുവാണ് ഉപയോഗിക്കുന്നത്? ഉത്തരം ക്രൂഡ് പിരിഡിൻ. ഡിസ്റ്റിലറികളിൽ മദ്യനിർമ്മാണത്തിനായി ഉപയോഗിക്കുന്ന മോളാസിസുകൾ കടത്തിവിടുന്ന പൈപ്പുകളുടെ നിറം നീല.
താഴെ പറയുന്നവയിൽ കേരളത്തിലെ മദ്യവിൽപ്പന അനുവദിച്ചുകൊണ്ടുള്ള വിവിധ ലൈസൻസുകൾ സംബന്ധിച്ച് ശരിയായത്. ഉത്തരം ഓപ്ഷൻ സി. FL4A ക്ലബ് ലൈസൻസ്, FL6 സ്പെഷ്യൽ ലൈസൻസ്, FL9 വിദേശമദ്യ മൊത്ത വിൽപ്പന ലൈസൻസ്, FL11 ബിയർ ഓർ വൈൻ പാർലർ ലൈസൻസ്. അടുത്ത ചോദ്യം, കേരളത്തിൽ വിദേശമദ്യ ചില്ലറ വിൽപ്പനശാല സ്ഥാപിക്കുന്നത് സ്കൂൾ ഓർ കോളേജുകളിൽ നിന്നും വേണ്ട കുറഞ്ഞ ദൂരപരിധി 200 മീറ്റർ. താഴെ പറയുന്നവയിൽ നിയമം മൂലം കേരളത്തിൽ മദ്യവിൽപ്പന നിരോധിച്ചിട്ടില്ലാത്ത ദിവസം ഏത്? ഓഗസ്റ്റ് 15. പൊതുസ്ഥലത്തെ പുകവലി നിരോധിച്ചിരിക്കുന്നത് കോഡ് PA ആക്ടിലെ ഏത് വകുപ്പ് പ്രകാരം? ഉത്തരം 4. സ്കൂൾ പരിസരത്ത് 100 യാർഡ് ചുറ്റളവിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തിയാൽ കോഡ്പ ആക്ട് പ്രകാരം ചുമത്താവുന്ന കൂടിയ പിഴ? ഉത്തരം 200 രൂപ. ഇന്ത്യയിൽ വിൽപ്പന നടത്തുന്ന പുകയില ഉൽപ്പന്നങ്ങൾ പാക്കറ്റിൽ എത്ര ശതമാനം സ്ഥലത്ത് പുകയില ഉൽപ്പന്നം ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന ഭക്ഷ്യ വസ്തുക്കളെക്കുറിച്ച് മുന്നറിയിപ്പ് ഉണ്ടാകണം? ഉത്തരം 85%. ആരോഗ്യത്തിന് ഹാനികരമാകുന്ന ലഹരി വസ്തുക്കളുടെ പ്രയോഗം തടയുന്നതിന് നടപടികൾ സ്വീകരിക്കാൻ ഭരണഘടനയുടെ എത്രാമത്തെ അനുച്ഛേദത്തിലാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്? ഉത്തരം ആർട്ടിക്കിൾ 47. ലഹരി വിരുദ്ധ ക്യാമ്പയിൻ വിമുക്തി മിഷന്റെ ഗവേണിംഗ് ബോഡി ചെയർമാൻ? ഉത്തരം മുഖ്യമന്ത്രി. കേരളത്തിൽ മദ്യ ഉപഭോഗം അനുവദിച്ചിരിക്കുന്നത് എത്ര വയസ്സ് മുതലാണ്? ഉത്തരം 23. IT ആക്ട് 2000 പ്രകാരം സൈബർ തീവ്രവാദത്തിനുള്ള പരമാവധി തടവ് ശിക്ഷ എത്രയാണ്? ജീവപര്യന്തം തടവ്. IT ആക്ട് 2000 സെക്ഷൻ 77B പ്രകാരം ഡാഷ് തടവ് ശിക്ഷ പ്രതിപാദിച്ചിട്ടുള്ള കുറ്റങ്ങൾ ജാമ്യം ലഭിക്കാവുന്നതാണ്. ഉത്തരം മുകളിൽ കൊടുത്തിരിക്കുന്നത് ഒന്നുമല്ല. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നാളെ എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.